കോഴിക്കോട് മിഠായി തെരുവ് പോലെ പലതവണ തീപിടുത്തമുണ്ടായിട്ടുള്ള മേഖലയാണ് തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം. ഓരോ തവണ തീപിടുത്തമുണ്ടാകുമ്പോഴും പല പ്രഖ്യാപനങ്ങൾ നടത്തും. പക്ഷേ ഇവിടെ കാര്യങ്ങളെല്ലാം പഴയപടി തന്നെ. ഈ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചിട്ട് അധികകാലമായിട്ടില്ല. അന്നും അതിനുശേഷവും ഫയർഫോഴ്സ് ചാല മാർക്കറ്റിൽ നടപ്പാക്കേണ്ട സംവിധാനങ്ങൾ സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒന്നും നടപ്പായിട്ടില്ല. പഴയ കെട്ടിടങ്ങൾ, തിങ്ങിയ തെരുവുകൾ, സാധനങ്ങൾ അട്ടിയടുക്കി വെച്ചിരിക്കുന്ന കുടിസുകടകൾ. ഒരു തീപ്പൊരി വീണാൽ കത്തിക്കാളാൻ തക്ക നിലയിലാണ് ഇപ്പോഴും ചാലക്കമ്പോളം. ഇനി തീപിടിച്ചാൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് വേഗത്തിൽ കടന്നുവരാൻ പറ്റുന്ന നിരത്തുകളുണ്ടോ? 7 മീറ്ററോളം വീതിയുള്ള റോഡാണ് ചാലക്കമ്പോളത്തിനുള്ളിലൂടെ കടന്നു പോകുന്നത്. അതിൽ പകുതിയിലധികം ഭാഗവും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് കടന്നുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതുവഴി. നിലവിലെ 7 മീറ്റർ റോഡിൽ 4 മീറ്ററോ 3.5 മീറ്ററോ ഒഴിച്ചിട്ട് വേണം പാർക്കിംഗ് അനുവദിക്കാനെന്ന് ഫയർഫോഴ്സ് നിരവധി തവണ അറിയിച്ചിട്ടുള്ളതാണ്. ആരു കേൾക്കാൻ? ഫയർഫോഴ്സ് വാഹനം വരാൻ തടസ്സമുള്ളിടത്ത് ഹൈഡ്രന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിൽ പലതും കാണാമറയത്താണ്. പെട്ടെന്ന് കാണാൻ പറ്റാത്ത വിധം കച്ചവട സാധനങ്ങൾ കൊണ്ട് മറച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ ഹൈഡ്രന്റുകളിലൊന്നും പ്രഷറുമില്ല. ചാലക്കമ്പോളം മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ അപകടാവസ്ഥയിലുള്ളത്. അഗ്നിശമന സേനയുടെ നോട്ടീസ് അവഗണിക്കുന്ന കുറേയധികം സ്ഥാപനങ്ങളുണ്ട്. കോട്ടയ്ക്കകത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഈ ബഹുനില കെട്ടിടം. അതീവ സുരക്ഷാ മേഖലയിലുള്ള ഈ കെട്ടിടത്തിനും ഫയർഫോഴ്സിന്റെ NOC ഇല്ല. പാളയത്തെ സാഫല്യം കോംപ്ലക്സ് ഫയർഫോഴ്സ് നോട്ടീസ് നൽകി മടുത്ത സ്ഥാപനമാണ്. കേശവദാസപുരത്തെ കേദാരം കോംപ്ലക്സിനുമില്ല NOC. മണക്കാട് മാർക്കറ്റും തലസ്ഥാനത്തെ പഴയ സർക്കാർ കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണ്. ഇവിടെ മിസ്റ്റേക്ക് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഫയർ പ്രൊട്ടക്ഷന് പ്രോപ്പറായിട്ടുള്ള സിസ്റ്റം ഉണ്ടാവില്ല. 2, ഇതിൽ ആൾക്കാർക്ക് രക്ഷപ്പെടാനും അല്ലെങ്കിൽ ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫയർ സർവീസിൽ പ്രവേശിക്കാനുമുള്ള പ്രവേശന കവാടങ്ങൾ, എക്സിറ്റുകൾ, ഇപ്പോൾ സ്റ്റെയർ കേസുകൾ, ഇതൊക്കെ പലപ്പോഴും ബ്ലോക്ക്ഡ് ആയിരിക്കും. പിന്നെ ആവശ്യമായ വെന്റിലേഷനോ അല്ലെങ്കിൽ വെന്റിലേഷനുള്ള പ്രൊവിഷനോ ഉണ്ടാവില്ല. പിന്നെ കെട്ടിടങ്ങളുടെ ടെറസിലൊക്കെ ഈ ഷീറ്റ് റൂഫിംഗ് നടത്തിയിട്ട് അതിനകത്ത് ഒരുപാടായിട്ട് സാധനങ്ങൾ ഡംപ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഇഷ്യൂസാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അത് നമ്മൾ നോട്ടീസ് കൊടുക്കാറുണ്ട്. രാജഭരണകാലത്ത് പണിത ജനറൽ ആശുപത്രിയിൽ അന്നു മുതലുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴുമുണ്ട്. ജനറൽ ആശുപത്രിയിലെ അപകടാവസ്ഥയെപ്പറ്റി 2 വർഷം മുമ്പ് മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്ത കാണാം. തിരുവനന്തപുരം നഗരമധ്യത്തിലെ ജനറൽ ആശുപത്രിയിലെ സംവിധാനങ്ങളൊന്ന് നോക്കാം. രാജഭരണകാലത്തെ കെട്ടിടങ്ങൾ ഇപ്പോഴുമുണ്ട്. പുതിയ കെട്ടിടങ്ങളുമുണ്ട്. തീപിടിക്കാൻ ഉയർന്ന സാധ്യതയുള്ള വസ്തുക്കളാണ് നിറയെ. തലങ്ങും വിലങ്ങും കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ കോമ്പൗണ്ടിൽ തീപിടുത്തമുണ്ടായാൽ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് കടന്നുവരാനും കഴിയില്ല. 2021 നടത്തിയ ഓഡിറ്റിംഗിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്നാണ് ഫയർഫോഴ്സ് കണ്ടെത്തൽ. ഇതിൻ്റെ എല്ലാം വിവരാവകാശ രേഖയുമുണ്ട്. ആശുപത്രിയുടെ ഒരു കെട്ടിടത്തിലും നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചുള്ള സംവിധാനങ്ങളില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷറുകളും റീൽ ഹോസും നിബന്ധന അനുസരിച്ചുള്ള ടെറസ് ടാങ്കുകളുമില്ല. യാർഡ് ഹൈഡ്രന്റും സ്പ്രിംഗ്ലറും ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ സിസ്റ്റവുമില്ല. ഈ സ്ഥിതിയിൽ ഇപ്പോഴുമില്ല മാറ്റം. ഇക്കഴിഞ്ഞ ഫയർ ഓഡിറ്റിലും അഗ്നിശമന സേന നോട്ടീസ് നൽകിയിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങൾ വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിലും ഫയർ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും ഉണ്ട്. അത് പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ സാഫല്യം കോംപ്ലക്സ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെയൊക്കെ ജനറൽ ഹോസ്പിറ്റൽ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് നിലവിൽ അക്സസിബിലിറ്റി ഇഷ്യൂസ് കാര്യമായിട്ടില്ല. നമുക്ക് ആക്സസ് ചെയ്യാനും എന്തെങ്കിലും ഒക്കെ ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്താൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. എങ്കിലും ഫയർ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ അത് പ്രവർത്തനക്ഷമമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കെട്ടിടങ്ങൾ കൂടാതെ ഒരു മുന്നൊരുക്കവുമില്ലാതെ നഗരത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി ആക്രി ഗോഡൌണുകളുമുണ്ട്. ഓരോ വേനൽക്കാലവും തലസ്ഥാന നഗരം ആശങ്കയോടെയാണ് മറികടക്കുന്നത്. അങ്ങനെ 100 കണക്കിന് കെട്ടിടങ്ങളുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഫയർഫോഴ്സിന്റെ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. ഇതിലൊക്കെ നഗരസഭയാണ് കൃത്യമായ നടപടിയെടുക്കേണ്ടത്. അനൂപിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.